ഇത് കണ്ട ഇരുട്ട് പിടിച്ച സമയം. ഇവിടെ ഒരു മങ്ങിയ വെളിച്ചേ ഉള്ളൂ. ഇപ്പം സമയം മഗ്‌രിബിൻ്റെ സമയമാണ്. മോന്തിയായി. ഈ മോന്തി സമയമാകുമ്പം തന്നെ നമുക്ക് ഇരുട്ടായി. കറണ്ട് പോയിട്ടാണുള്ളത് ഇപ്പോൾ. ഈ കറണ്ട് പോയ സമയത്ത് എടുക്കുന്ന വീഡിയോ ഇത്. ഒരു കാര്യം പറയാനുണ്ട്. ഒരു കഥയല്ല, ജീവിതത്തിൽ അനുഭവിച്ച അനുഭവം ഉണ്ടായതാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് അന്നൊരു 13 വയസ്സുണ്ടാവും. ആ 13 വയസ്സിൽ എനിക്കൊരു നെഗറ്റീവ്, അതായത് ഒരു പ്രേതാനുഭവം. പ്രേതം ഇല്ലയെന്ന് വിശ്വസിക്കുന്നവരുണ്ട്, ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അത് ഓരോരുത്തരുടെ അനുഭവം ഉള്ളതുപോലെയാണ്. ഓരോരുത്തർക്ക് ഇല്ലയെന്ന് വിശ്വസിച്ചവർക്ക് പോലും അനുഭവം ഉണ്ടായിട്ടുണ്ട് പ്രേതത്തിൻ്റെ. അപ്പോൾ നെഗറ്റീവും പോസിറ്റീവും നമ്മളെ ഈ പ്രപഞ്ചത്തിലുണ്ട്. നല്ലതുണ്ട്, ബടക്കുമുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ള, ഒരു ദിവസം ഞാൻ രാത്രി ഉറങ്ങുമ്പോൾ റൂമിൽ ഒറ്റക്കാണ്. ഒരു 13 വയസ്സുണ്ടാവും അന്ന്. റൂമിൽ ഒറ്റക്കാണ് അന്ന് ഉറങ്ങേണ്ടി വന്നത്. എപ്പോഴും ഉമ്മാൻ്റെ ഒപ്പര. അന്ന് ഉമ്മ ഉണ്ടായിട്ടില്ല. അന്ന് ഈ പറഞ്ഞ കറണ്ടൊന്നുമില്ലേ, മണ്ണെണ്ണ വിളക്കാന്നേ. അപ്പോൾ ഉമ്മാൻ്റെ ഇത്താത്താൻ്റെ വരക്ക് പോയി കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ ഒരു ദിവസം അങ്ങനെ ഉമ്മയില്ലാത്ത കുറച്ച് മാസം, 1-2 മാസം കടന്നു പോയി ഉമ്മയില്ലാത്ത രാത്രികൾ. സിക്കാക്കാൻ്റെ മോന് കൂട്ടുകിടക്കാൻ വരും. ചെറുതാണ്, ചെറിയ കുട്ടിയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രിക്ക്, ഉമ്മ പോയിട്ട് 2 മാസമായി. ആ ഒരു രാത്രി മണ്ണെണ്ണ വിളക്കെല്ലാം ഊതിയിട്ടല്ലേ കിടക്കുക രാത്രിക്ക്. അപ്പോൾ ഇരുട്ടാണ്, കൂനാക്കൂനി ഇരുട്ടാണ്. ഉപ്പ പുറത്തുണ്ട്, ഇക്കാക്കെല്ലാം അപ്പുറത്തെ റൂമിലെല്ലാം ഉണ്ട്. പക്ഷേ അന്ന് പെട്ടെന്നൊരു മുടുപാതിര സമയത്ത്, നട്ടപ്പാതിര സമയത്ത് എൻ്റെ കണ്ണ്, ഞാൻ പെട്ടെന്ന് ഞെട്ടി ഉണർന്ന് നോക്കുമ്പോൾ ആ കൂനാക്കൂനി ഇരുട്ടിൽ ഒരു തീക്കുണ്ടം റൂമിൽ ഇങ്ങനെ നിൽക്കുക. ഒരു തീകോളം ഇങ്ങനെ നിൽക്കുക ഇരുട്ടിൽ. ഞാൻ ശരിക്കും കാണുന്നുണ്ടത്. അപ്പോൾ ഞാൻ കണ്ണൊന്ന് ശരിക്കും കുറച്ച് സമയം ഞാൻ തുറച്ച് നോക്കിയിട്ട് ഞാൻ പെട്ടെന്ന് കണ്ണ് പുതപ്പിലേക്ക് മുഖം പൊത്തി. എന്നിട്ട് എനിക്ക് കുറച്ച് സമയം ഞാൻ അങ്ങനെ നിന്നിട്ട് എൻ്റെ മനസ്സ് പറഞ്ഞാൽ തോന്നിയതായിരിക്കും, ഒന്നും കൂടി നോക്കാൻ വിചാരിച്ച് ഞാൻ മെല്ലനെ പുതപ്പ് മാറ്റിയിട്ട് ഞാൻ മെല്ലനെ വിരലിൻ്റെ ഉള്ളിലൂട്ട് നോക്കുമ്പോൾ അതിൻ്റെ ഒന്നിച്ച് 2 എണ്ണം, ഒന്നും കൂടി അങ്ങനെ 2 എണ്ണം ഇങ്ങനെ നിൽക്കല, ജ്വലിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കല. സത്യം പറഞ്ഞാൽ അന്ന് ഞാൻ പേടിച്ചൊരു വിധം ഉരുകി തീർന്നു. പിന്നെ ഞാൻ ഉറങ്ങിയിട്ടുമില്ല, മിണ്ടാൻ പറ്റുന്നില്ല. ഉപ്പാനെ ആരെങ്കിലും വിളിക്കാന്ന് വെച്ചാൽ എനിക്ക് നാവ് പൊങ്ങുന്നില്ല. അത്രയൊരു അവസ്ഥയിലുള്ളത്. അപ്പാട് എങ്ങനെയാണ് നേരം വിളിപ്പിച്ചതെന്ന് പഠിച്ചോന്ന് മാത്രമേ അറിയാൻ പറ്റൂ. അങ്ങനെ നേരം വെളുത്തപ്പോൾ ഞാൻ ഉപ്പാനോട് ഞാൻ പറഞ്ഞു, ഉപ്പ ഇന്നലെ രാത്രി ഞാൻ വല്ലാണ്ട് പേടിച്ചിന്, റൂമിൽ ഒരു തീക്കട്ട കണ്ടിന് ഞാനെന്ന് പറഞ്ഞു. ഉപ്പ പറഞ്ഞത് മിന്നാമിനിങ്ങായിരിക്കും എന്നാണ്. ഉപ്പാക്ക് അക്കാര്യത്തിലൊന്നും വലിയ വിശ്വാസമില്ല. പക്ഷെ ശരിക്കറിയാം ഞാൻ അന്ന് പേടിച്ചിട്ട് ഇപ്പം പൊട്ടിത്തെറിക്കും എന്നുള്ള അവസ്ഥയിലെത്തിപ്പോയിനെ. അന്നാണ് എനിക്ക് ഈ നെഗറ്റീവ് ഫീല് അനുഭവപ്പെടാൻ തുടങ്ങിയത്. അതിനുശേഷം എനിക്ക് പലവട്ടം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നേരം വെളുത്ത്, പക്ഷെ അതേപോലെ തന്നെ നമുക്ക് നമ്മളെ രക്ഷകനായ റബ്ബിൻ്റെ ആ ഒരു കരുതലും അറിഞ്ഞ ദിവസമാണ്. അന്നാണ് ആദ്യമായിട്ട് ഞാൻ അള്ളാൻ്റെ ഒരു രക്ഷ ഞാൻ അറിയുന്നു. ശരിക്കും പറഞ്ഞാൽ അന്ന് മുതലാണ് ഞാൻ അള്ളുണ്ട്, അള്ളാന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിച്ചത്. ആ ഒരു ദിവസം, അതായത് വെടക്കും നല്ലതും, ആ ഒരു ദിവസം ഞാൻ രണ്ടും തിരിച്ചറിഞ്ഞത്. അങ്ങനെ നേരം വെളുത്ത് 2 മാസമായി. അന്ന് ഫോണില്ല, ഒന്നുമില്ല, ഫോൺ വിളിയും കാര്യമൊന്നുമില്ല. എവിടെയെങ്കിലും പോയാൽ വന്നാലേ കാണും, അങ്ങനത്തെ ഒരവസ്ഥയാണ്. അങ്ങനെ ഇരിക്കെ വീണ്ടും അന്ന് ഒരു രാത്രി കൂടെ എനിക്ക് ഇനി കിടക്കാൻ പേടിയാണ്. കാരണം ഞാൻ പേടിച്ച ഒരു വിധമായി. ഉപ്പാനോട് പറഞ്ഞപ്പോൾ ഉപ്പ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. അങ്ങനെ ഞാൻ നേരം വെളുത്ത പാട് ഞാൻ അള്ളാനോട്, അന്നാണ് ഞാൻ അള്ളാനെ ഹൃദയത്തിൽ തൊട്ട് വിളിക്കാൻ തുടങ്ങി.
ഞാൻ റബ്ബിനോട് എനിക്കറിയില്ല അങ്ങനെ ഒരാളുണ്ടോയെന്ന് പോലും തിരിച്ചറിയാത്ത കാലമാണ്, കുഞ്ഞിപ്രായം, 13 ആയിട്ടില്ല എന്തോ, ഇത്രയും വയസ്സായിട്ടുള്ളൂ. ഞാൻ അന്ന് പിന്നെ റബ്ബിനോട് ഇങ്ങനെ മേലേക്ക് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു, എൻ്റെ ഉമ്മാനിങ്ങ് എത്തിക്കാനുള്ള, എൻ്റെ ഉമ്മാനിങ്ങ് എനിക്ക് പേടിയാണ് കിടക്കാനെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ രാത്രിയാകാൻ തുടങ്ങി, വീണ്ടും ഈ സന്ധ്യ ഇരുളാൻ തുടങ്ങി, ഇരുണ്ട് മൂടാൻ തുടങ്ങി, ആകാശമെല്ലാം വെളിച്ചം മായാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ രാത്രിയാകുമ്പോൾ മണ്ണെണ്ണ വിളക്കിൽ എണ്ണ വെച്ചിട്ട് ഞാൻ മുറ്റത്ത് വന്നിരിക്കും. എനിക്ക് അകത്തേക്ക് കയറാൻ പേടിയാണ്, കാരണം ഉപ്പ അങ്ങാടി പോയിട്ടാണല്ലേ. ഉപ്പ അങ്ങാടി പോയി വരുമ്പം മോന്തിയാവും. ഉമ്മയില്ലല്ലോ, ഉമ്മ പോയിട്ട് 2 മാസമായില്ലേ. അങ്ങനെ രാവിലെ തൊട്ട് അള്ളാനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല വെറുതെ, കാരണം ഉമ്മ കുറേ ദൂരമാണ്, പുളിങ്ങോ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. അവിടെ പിന്നെ അവിടെ നിന്ന് 2-3 ബസ്സെല്ലാം കയറിയിട്ട് വരണം. അങ്ങനെ വെറുതെ അങ്ങ് പ്രതീക്ഷ ഒന്നും ഇല്ലെങ്കിലും അങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു രാവിലെ, അല്ലാ എൻ്റെ ഉമ്മാനിങ്ങ് എത്തിക്കുക, എനിക്ക് പേടിയായിന്ന് കിടക്കാൻ, എൻ്റെ ഉമ്മാനിങ്ങ് എത്തിക്കുക. ഇതന്നെ ഞാൻ രാവിലെ തൊട്ട് ഉരുവിട്ടുകൊണ്ടിരുന്നു ഹൃദയത്തിൽ. ഞാൻ മേലേക്ക് നോക്കി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു, എൻ്റെ ഉമ്മാനിങ്ങ് തരുമോ, എൻ്റെ ഉമ്മാനിങ്ങ് എത്തിക്കുമോ, ഇന്ന് രാത്രി എനിക്ക് ഇവിടെ കിടക്കാൻ പേടിയാണെന്ന് പറഞ്ഞിട്ട്. എന്തായാലും മോന്തിയായി. അങ്ങനെ ഇരിക്കും. അങ്ങ് മരത്തിൻ്റെ എല്ലാം ഇടയിലോട്ട് വേണം റോഡ് വഴി നമുക്ക്. അങ്ങന്ന് പിന്നെ ഇങ്ങനെ ഒരു നിഴൽ വരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് ഉപ്പിയായിരിക്കും വരുന്നത് വിചാരിച്ച്. അപ്പോഴും ഞാൻ പറയും, ഉപ്പ വന്നിട്ട് കാര്യമില്ല, ഉപ്പ അറിയാത്ത കിടക്കുന്നു, എനിക്ക് റൂമിൽ കിടക്കാൻ പേടിയായിരുന്നു, കാരണം അതൊരു ചെറുത്താൻ്റെ ഒരു ഇതാണെന്ന് എനിക്ക് ശരിക്കറിയാം. അങ്ങനെ ആ നിഴലിങ്ങ് അടുത്തടുത്ത് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അത് ഉമ്മയാണ്. അന്ന് ഞാൻ ഞെട്ടിപ്പോയി, കാരണം ഉമ്മയാണ്. 2 മാസമായി ഉമ്മാനെ ഇന്ന് രാവിലെ ചോദിച്ചുകൊണ്ടിരിക്കല, എൻ്റെ ഉമ്മാനിങ്ങ് എത്തിക്കുക, എനിക്ക് പേടിയാണ്, ഉമ്മാൻ്റെ ഒപ്പം ഞാൻ ഉറങ്ങില്ല പറഞ്ഞുകൊണ്ടിരുന്നു. ആ ഉമ്മാൻ്റെ മുന്നിലെത്തി. അപ്പോൾ ഉമ്മാനെ ഞാൻ കണ്ടാൽ ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ എങ്ങനെ ഇങ്ങ് വന്നേ? ഞാൻ ഇത്ര വരെ ഞാൻ അള്ളാനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കലേനു. അന്നേരം ഉമ്മ പറഞ്ഞു, ഉമ്മാക്കൊരു 5-5:30 മണി വരെ വരേണ്ട കൂട്ടോ, അങ്ങനത്തെ ചിന്തയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അവർക്ക് നിൽക്കുമ്പോൾ പിന്നെ ഉമ്മ കൊപ്ര ഉണങ്ങാനിട്ടത്. അങ്ങനെ ആ കൊപ്ര ഉമ്മ ചാക്കിൽ വാരിയിട്ടുകൊണ്ടിരിക്കും. ഉമ്മാൻ്റെ മനസ്സിന് ഇങ്ങനെ ആരോ പറയുന്ന പോലെ തോന്നിയോളൂ ഉമ്മാക്ക്, ഇങ്ങനെ പെണ്ണിൻ്റെ അടുത്ത് പോകും. അങ്ങനെ പിന്നെ ഉമ്മ അവിടെ നിന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ നിമിഷം തന്നെ ഉമ്മാക്ക് മറ്റ് കാത്തുനിന്നാലൊന്നും ബസ് കിട്ടില്ല. ഉമ്മാക്ക് ബസ് കിട്ടി. ഉമ്മാക്ക് കാത്തുനിൽക്കാണ്ട് തന്നെ ബസ് ഇങ്ങനെ മുന്നിൽ വന്നുകൊണ്ടിരുന്ന്. അങ്ങനെ രാത്രി ആകുന്നതിന് മുന്നേ ഉമ്മാനെ എൻ്റെ മുന്നിൽ എത്തിച്ചെന്നൊരു സംഭവം അന്നാണ് ചെറുത്താനും പഠിച്ചോനും ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. അതിന് ശേഷം ഒരുപാട് അനുഭവങ്ങൾ, അതിന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം.